Hey, hello guys, it's me, VazhiPokkan. നമ്മുടെ ഇന്നത്തെ പരിപാടി എക്സ്പൾസിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ഗാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊറിയർ ഓഫീസിൽ പോയി എടുക്കാൻ വേണ്ടി പോവാണ്. എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇന്നിനിപ്പോൾ സെറ്റ് ചെയ്ത് നടക്കില്ല, വൈകുന്നേരമായി. ഇനിയിപ്പോൾ നാളെ നമുക്ക് പോയിട്ട് സെറ്റ് ചെയ്യാം. എന്തായാലും പോയി കൊറിയർ ഓഫീസിൽ നിന്ന് സാധനം പോയി എടുത്തിട്ട് വരാം കേട്ടോ. ബൈസൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ സാധനം കേട്ടോ, അടിപൊളി സാധനമാണ്. നമുക്ക് എന്തായാലും പോയി എടുത്തിട്ട് കാണാം. നമ്മൾ കൊറിയർ ഓഫീസിൽ എത്തി കേട്ടോ, നമുക്ക് നോക്കാം. ചേട്ടാ റാഷിദ്, അയ്യോ ഇത് പ്രീപെയ്ഡ് തന്നെയൊന്ന് നോക്കിയോ? ഐസ ആസിഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ പെട്ടി ഇതാണ്. ഇത് വണ്ടിയിൽ വെച്ചുകൊണ്ട് പോവാൻ പണിയായിരിക്കും. അതൊക്കെ എന്തായാലും എടുത്തോണ്ട് പോവാം. ഓക്കെ ഏട്ടാ, വെയിറ്റ് ഇല്ലേ അല്ലേ? വെയിറ്റ് ഒന്നും ഇല്ല, പിടിച്ചോ. ഇത് സ്ക്രാച്ച് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ അത് കയറ്റമെന്നാണ് കേട്ടോ ഒന്ന് നോക്കുന്നത്. കാരണം ഞാൻ ഇന്ന് റാലി സീറ്റും കൂടെ വെച്ചോണ്ട് വന്നേ. സൂപ്പർ. കെട്ടാനുള്ള പാടാണ് കേട്ടോ ഗൈസ്. നമ്മളിതൊന്ന് കെട്ടിയിട്ട് വരാം കേട്ടാ. കുറേ നേരം ഇവിടെ നിന്ന് തിത്തൈ കളിക്കുന്നു. ചവിട്ടി കയറണമെങ്കിൽ ബേക്കിൽ കൂടെ കയറാനേ പറ്റും. മര്യാദയ്ക്ക് മറ്റേ സീറ്റ് ഇട്ടുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോവാം. ഓ, ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ ചാടി കയറും? അയ്യോ എൻ്റെ പൊന്നമ്മച്ചി, ഇതിലിരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഞാൻ ഇത്രയും വലിയ ബോക്സ് ആണെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ചെറിയ ബോക്സ് ആയിരിക്കും അതാണ് പ്രതീക്ഷിച്ചത്. ഞാൻ ഏകദേശം കുനിയൊക്കെ ആട്ടോ ഇരിക്കുന്നതിൻ്റെ അകത്ത്. ഓ, വീടെത്തുമ്പോൾ നടുവൊക്കെ വെള്ളമാവും. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നേരെ വീട്ടിലോട്ട് പോട്ടെ. അപ്പം നാളെ നമുക്ക് വണ്ടിയിൽ സെറ്റാക്കാം. അപ്പം നാളെ കാണാം ഗൈസ്. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പെട്ടി ഉണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാട്ടോ കൊണ്ടുവന്നത്. ഭയങ്കര സീനായിരുന്നു. ഇതാ ബൈസൺ എന്നാട്ടോ ബ്രാൻഡിൻ്റെ നെയിം. ഞാൻ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഓക്കെ, തുറന്ന് കാണിച്ചു തരാം സംഭവം. ഓക്കെ, കണ്ടില്ലേ? നല്ല ചുവപ്പ് കളറിലെ സൂപ്പർ സാധനമാണ്. നമ്മുടെ റാലിക്ക് ചുവപ്പും കൂടെ ക്രാഷ് കാർഡ് വരുമ്പോൾ ലുക്ക് കുറച്ചും കൂടെ മാറുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെന്താ സംഭവം? ബൈസൺ മോട്ടോഴ്സ്. ഇതിൻ്റെ അടുത്ത് കീ ചെയിനൊക്കെ ഉണ്ട് കേട്ടോ. കീ ചെയിനും സ്റ്റിക്കറൊക്കെയാണ്. വേറെ എന്താണല്ലേ? പിന്നെ ഇത് പിടിപ്പിക്കാനുള്ള നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതാണ് ക്രാഷ് കാർഡ്. ഓഹോ, ഇതാട്ട സാധനം. എൻ്റെ പൊന്നു, ഇതിൽ ഡ്യുവൽ സ്ലൈഡേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആൻഡ് റെഡ് കളർ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പെയിൻറ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഫിറ്റ് ചെയ്യണം നമുക്ക്. ഇതും കൊണ്ട് ഇനി പാരിപ്പള്ളി വരെ പോകാനുണ്ട്. കാരണം ഇതിൻ്റെ ഒരു റീലും കൂടെ എടുക്കണം. അപ്പോൾ ആ റീലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഇതെങ്ങനെയെങ്കിലൊക്കെ വെച്ചുകൊണ്ട്, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ഇതെങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം ഈ സംഭവം. ഓക്കെ, ഇനി നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഗൈസ്, നമ്മളിതാ നെക്സ്റ്റ് ഗിയറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എക്സ്പൾസ് അവിടെ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന കാണാം കേട്ടോ. വേറെ ലെവൽ ലുക്കായിരിക്കും. ചുവപ്പും കൂടെ ആയതുകൊണ്ട് വേറെ ലെവൽ ചുവപ്പാട്ടോ. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. ഗൈസ്, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. റെഡ് വന്നപ്പോഴേ ലുക്കായി, വേറെ ലെവലായി. ഗൈസ്, നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് കേട്ടോ. നോക്കിയേ, ഓഹോ എൻ്റെ പൊന്നു,
വേറെ ലെവൽ ലുക്കായി കേട്ടോ. ചുവപ്പും കൂടെ വന്നപ്പോൾ ഞാനിപ്പോൾ ഇതാ RCBയുടെ ഒരു ഗ്രിപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതും ചുവപ്പ് കളറാട്ടോ. വണ്ടി ഫുള്ള് ഇപ്പോൾ ചുവപ്പും വെള്ളയും കറുപ്പുമായി. സംഭവം നൈസ് സംഭവമാണ്, കുഴപ്പമൊന്നും ഇല്ല. നല്ല ക്വാളിറ്റിയാണ്, നല്ല ഹൈ ക്വാളിറ്റി സാധനം കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല സംഭവത്തിന്. എൻജിൻ ഫുൾ പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഈ ഒരു സൈലൻസറിൻ്റെ ഭാഗമൊക്കെ ആ കാറ്റലിറ്റിക് കൺവെർട്ടറൊക്കെ വരുന്ന ഭാഗവും പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. കണ്ടോ വളഞ്ഞു പോയേക്കുന്നത്. എന്തായാലും നൈസ് സാധനം, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗൈസ് ഇത് കണ്ടില്ലേ, നമ്മുടെ ക്രാഷ്ഗാർഡ് ടെസ്റ്റ് ചെയ്ത ആളാണ്. കണ്ടില്ലേ ക്രാഷ്ഗാർഡ് എല്ലാം സെറ്റായിട്ട് ക്രാഷ്ഗാർഡ് വർക്കിംഗ് ആണെന്ന് മനസ്സിലായിട്ടോ. ഇനിയിപ്പോൾ ഒന്നും പേടിക്കണ്ട, ഇനിയിപ്പോൾ വേറെ ലെവലിൽ പൊളികൾ പൊളിക്കാം, തകർക്കാം. നമ്മൾ ക്രാഷ്ഗാർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ നിന്നുള്ള വ്യൂ അതായി കാണുന്നത്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ല ചുവപ്പ് ക്രാഷ്ഗാർഡ് ഇങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ നോക്കുമ്പോഴേ. പിന്നെ നമുക്ക് കാലൊക്കെ വെച്ച് പോകാം കേട്ടോ. കാലുകൊണ്ട് ഇങ്ങനെ മേളിൽ വെക്കാം. എന്നിട്ട് അവിടെ പറ്റില്ലെങ്കിൽ നമുക്ക് താഴെയും വെച്ചിട്ടുണ്ട് ഇങ്ങനെ 2 കാലും വെച്ച് ഇങ്ങനെ പോവാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു കംഫർട്ടാവും. ആ സ്ലൈഡേഴ്സ് ഉള്ളതുകൊണ്ട് 2 സ്ലൈഡേഴ്സ് ഉള്ളതുകൊണ്ട് പൊക്കിയും വെക്കാം താത്തും വെക്കാം. അപ്പോൾ എന്തായാലും അത് നല്ലൊരു സംഭവമാണ്. ഗെയ്സ് ദാ നമ്മുടെ ക്രാഷ്ഗാർഡ് ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് ഞാനൊരു ട്രിപ്പൊക്കെ പോയി. അതും ഉറുമ്പിക്കരയ്ക്കാട്ടോ പോയത്. ഒരു 2-3 വീഴ്ചയൊക്കെ വീണു. ക്രാഷ്ഗാർഡ് നല്ല രീതിക്ക് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. നമ്മുടെ ഒന്നും പറ്റിയിട്ടില്ല ക്രാഷ്ഗാർഡ്. പിന്നെ ഈ ഒരു ഹാൻഡ് ഗാർഡും ഈ ഒരു ഹാൻഡ് ഗാർഡ് ഇനി മാറ്റാണ്ട്. ഇത് കുറച്ച് കട്ടി കുറവാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ കട്ടി കൂടിയ കമ്പിയുള്ള ഹാൻഡ് ഗാർഡ് വാങ്ങാനുണ്ട്. അതും കൂടെ വാങ്ങിച്ചിട്ട് അതും മാറ്റണം. ആൻഡ് ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ ഉറുമ്പിക്കരയുടെ ആഫ്റ്റർ എഫക്ട്സ് ആട്ടോ. ഇത് കണ്ടോ ക്രാഷ്ഗാർഡിൻ്റെ ആ ഒരു സ്ലൈഡറൊക്കെ പോയി ഇടിച്ചിട്ട് മണ്ണൊക്കെ പറ്റിയിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ പ്രൊട്ടക്ഷനും ഉണ്ട് കേട്ടോ. ഞാൻ ഉറുമ്പിക്കര പോയി വന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായി ഈ ഒരു ക്രാഷ്ഗാർഡ് നല്ലതാണെന്നുള്ളതൊക്കെ. ലുക്ക് കൊണ്ടും ഒരുപാട് നല്ലതാട്ടോ ഈ ഒരു ക്രാഷ്ഗാർഡ്. ഈ ഒരു റാലിക്കും പിന്നെ ബ്ലാക്ക് വണ്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒന്ന് എടുത്ത് നിൽക്കും ഈ ഒരു ക്രാഷ്ഗാർഡ്. നമ്മുടെ എക്സ്പൾസിൽ വരുന്ന ഏറ്റവും ടോപ്പ് ക്രാഷ്ഗാർഡായിട്ട് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ക്രാഷ്ഗാർഡാണ്. നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈസൺ മോട്ടോ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്. അപ്പോൾ അവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അവർ അയച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആമസോണിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്രാഷ്ഗാർഡിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം.